തിരുവോണമായിട്ട് രാവിലെ തന്നെ കളവിട്ട് ഒറ്റ ദിവസത്തെ കളവാണ് ഈ പ്രാവശ്യം ഇട്ടത്. അല്ലെങ്കിൽ 10 ദിവസത്തെ കള നമ്മൾ ഇടാറുണ്ട്. ഞാൻ അമ്മ കൂടി നേരെ അമ്പലത്തിലേക്ക് വെച്ചിടുകയുണ്ടോ. പോയത് അയ്യമ്പള്ളി ശിവക്ഷേത്രത്തിലാണെങ്കിലും റീൽസിൻ്റെ പരിപാടിയൊക്കെ ഞാൻ നോക്കിയിട്ടോ. പക്ഷേ ഒന്നും നട്ടപ്പട്ടിയായില്ല. അപ്പം നേരെ ശിവേട്ടനെ കണ്ടു. ശിവേട്ടൻ പറഞ്ഞു മോനെ രാവിലെ തന്നെ എങ്ങനെ നീറ്റിടാന്ന്. ഇന്നലത്തെ പെർഫോമൻസ് ഒക്കെ കഴിഞ്ഞിട്ട് പുള്ളിക്ക് എൻ്റെ ഡൗട്ട് നമ്മ എങ്ങനെ പോകുന്നു. അങ്ങനെ നേരെ അമ്പലത്തിൽ കയറി തൊഴുതിറങ്ങിയേട്ടാ. അതിനിടയിൽ നമ്മുടെ പേഴ്സ് മിസ്സായി. കറക്റ്റ് ഒരു ചേട്ടനെ കിട്ടിയോണ്ട് ഓണാലമ്പായില്ല. അങ്ങനെ നേരെ വീട്ടിൽ പോയി മുട്ടയും പുട്ടും തട്ടിയേട്ടാ. നമ്മളതിനെ ഉണ്ടാക്കിക്കൊണ്ട് ഭയങ്കര ടേസ്റ്റി. കാരണം പോരാളി ഇപ്പം ഇത്തിരി ആരോഗ്യ പ്രശ്നത്തിലായതുകൊണ്ടേ നമ്മളതിനെ അടുക്കളയൊക്കെയിലോട്ടാ. അതിനുശേഷം ഒരു കൂട്ടുകാരൻ്റെ വീട്ടിലെ 11 മണിക്കളം ഇടാൻ പോയി. കാരണം 11 മണിക്ക് ഇടുന്ന കളം അത്തോളോട്ടോ. അങ്ങനെ കൂട്ടുകാരെ കൂടി ഇട്ട് കളറാക്കി ഞങ്ങൾ. ചെറുക്കൻ അലമ്പാക്കൊണ്ട് ഇതിനെ എടുത്ത് കുറച്ചു നേരം വണ്ടിയിൽ കറങ്ങി അരിഞ്ചാക്കം കൊണ്ടുപോകണ പോലെ ഇതിനെ തിരിച്ചും കൊണ്ടുപോയി കൊടുത്തിട്ടോ അതിൻ്റെ അപ്പനി. അങ്ങനെ 1 മണിയായപ്പോഴേക്കും നമ്മൾ കളമൊക്കെ സെറ്റ് ചെയ്ത് ലൈഫിൽ ആദ്യമായിട്ട് ഓണസദ്യ ഓർഡർ ചെയ്ത് കഴിക്കാൻ നമ്മുടെ ഇടവനക്കാടുള്ള വിനിലേട്ടൻ്റെ അടുത്ത് നിന്നാണ് സാധനം വാങ്ങിയത്. 300 രൂപയാണ് ഒരാളുടെ ഓണസദ്യക്ക്. അതായത് 20 കൂട്ടം, വാഴലടക്കം 20 കൂട്ടം ഉണ്ടാവട്ടെ. അങ്ങനെ ഊണും പാസ്സാക്കി ഒരു ഉറക്കവും വൈകുന്നേരം അയ്യമ്പള്ളിക്ക് വിട്ട് നമ്മളൊരു 7 മണിയായപ്പോൾ തിരിച്ചും വന്നു കൂട്ടാം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളൊരു ഓണ ദിവസം കടന്നു പോയേട്ടാ.